विश्वजनीनं विश्वदमन्त्रं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिल निन्नमृताय पകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ। प्यारे बच्चों नमस्ते, आप सभी का आज की हिंदी कक्षा में हार्दिक स्वागत है। तो पिछली कक्षा में हम कहाँ तक पढ़े थे? सुरेंद्र जी मार साहब ने बेला के बालों में पंजा फंसाया था। क्यों फंसाया? बेला की कोई गलती नहीं थी, सुरेंद्र जी की कोई गलत फहमी हुई थी। उन्होंने बेला को छोड़ दिया, लेकिन बेला बहुत डर गई थी, उसके पाँव कांप रहे थे। बेला के भयभीत चेहरे को देखकर साहिल भी बुरी तरह से डर गया था और बेला साहिल से नज़र नहीं मिला पाई। क्यों? क्योंकि बेला जानती थी कि वो साहिल की नज़र में बहुत अच्छी है। और फिर दीपावली की छुट्टियों के बाद जब बेला स्कूल में आई तो उसके सिर पर एक सफ़ेद पट्टी बंधी थी। ദീപാവലിയുടെ അവധി കഴിഞ്ഞ് സ്കൂളിൽ വന്നപ്പോൾ അവളുടെ തലയിൽ ഒരു വെളുത്ത കെട്ടുണ്ടായിരുന്നു। बेला को क्या हुआ था? അവൾക്ക് എന്തായിരുന്നു പറ്റിയിരുന്നത്? वो छत से गिर गई थी। बेला और साहिल उस दिन गांधी चौक में लंगड़ी टांग खेले और फिर साहिल की पिंडली में एक कील लग गई थी। कैसे? साहिल एक दिन एक स्टूल पर चढ़कर नीम के पेड़ की डाली पकड़कर चूम रहा था। तब क्या हो गया? उस टूटे हुए स्टूल से एक कील साहिल की पिंडली में लग गई और 1 इंच गहरा गड्ढा हो गया। साहिल जब पट्टी बंधवाने के लिए सरकारी अस्पताल गया तो वहाँ बेला भी आई थी पट्टी बंधवाने के लिए। तो उसके बाद फुलेरा के स्कूल में हमेशा 2 ऐसे बच्चे दिखाई देते थे जिनमें से एक के सिर पर पट्टी बंधी होती थी और एक की पिंडली में। അതായത് അതിനുശേഷം ഫുലേരയിലെ സ്കൂളിൽ 2 കുട്ടികളെ കാണാമായിരുന്നു. എങ്ങനെയുള്ളവർ? ഒരാളുടെ തലയിൽ വെളുത്ത ബാൻഡേജ് ഉണ്ടായിരുന്നു, ഒരുത്തൻ്റെ കാലിൽ. അപ്പോൾ അത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി ബാക്കി കുറച്ച് ഭാഗം കൂടിയുണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കാം. ओके, देखो 5वीं कक्षा का रिजल्ट आ गया, दोनों छड़ी में आ गए। यह स्कूल 5वीं तक ही था। साहिल, अब तुम कहाँ पढ़ोगे? बेला ने पूछा। और तुम कहाँ पढ़ोगी बेला? साहिल ने पूछा। मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम? അപ്പോൾ ഒന്നും കൂടി നോക്കിയേ. 5वीं कक्षा का रिजल्ट आ गया. 5वीं कक्षा എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്. 5ാം ക്ലാസ്സിലെ റിസൾട്ട് ആ ഗയ, റിസൾട്ട് വന്നു. दोनों छड़ी में आ गए, രണ്ടുപേരും 6ലേക്ക് വന്നു. यह स्कूल 5वीं तक ही था. ഈ സ്കൂള് 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുലേര का स्कूल 5वीं कक्षा तक ही है. മനസ്സിലായില്ലേ? സാഹിൽ, അബ് തും കഹാ പഠോഗെ? ബേല ने पूछा. സാഹിൽ, ഇനി നീ എവിടെയാ പഠിക്കുക? ബേല ചോദിച്ചു. और तुम कहाँ पढ़ोगी बेला? साहिल ने पूछा. അതേ ചോദ്യം സാഹിലും ചോദിച്ചു. और तुम कहाँ पढ़ोगी बेला? നീ ഇനി എവിടെയാ പഠിക്കുക ബേല? मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम? എൻ്റെ അച്ഛൻ പറഞ്ഞത് എന്നെ രാജകീയ കന്യാ പാഠശാലയിലാണ് പഠിപ്പിക്കുക എന്നാണ്. നിന്നെയോ? ഇതാര് പറഞ്ഞതാ? ബേല പറഞ്ഞതാണ്. ബേല പറഞ്ഞു ബേലേനെ ഇനി അവിടെ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലാണ്, രാജകീയ കന്യാ പാഠശാല എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. നിന്നെയോ?
അവൾ ചോദിച്ചു. ആരോട്? സാഹിലിനോട് ചോദിച്ചു. ബാക്കി നോക്കിയേ. मुझे अगले साल अजमेर भेज देंगे, वहाँ एक हॉस्टल है, घर से दूर, वहाँ अकेला रहूँगा. क्यों साहिल? पता नहीं क्यों. तो यानी कि अब तुम फुलेरा में ही नहीं रहोगे? नहीं. तुम्हारा रिपोर्ट कार्ड दिखाना. അത്രയൊന്ന് നോക്കിയേ. മുझे അഗ്ലേ സാൽ അജ്മേർ ഭേജ് ദേങ്കെ, എന്നെ അടുത്ത കൊല്ലം അജ്മീറിലേക്ക് അയക്കുകയാണ്. അജ്മീർ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിൽ തന്നെയുള്ളൊരു സ്ഥലമാണ്. മുസ്ലിങ്ങളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമൊക്കെയാണ്. അജ്മീറിൽ ഒരു പ്രശസ്തമായ ദർഗയൊക്കെ ഉണ്ട്, നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും. അപ്പം എന്നെ അടുത്ത കൊല്ലം അജ്മീറിലേക്ക് അയക്കുകയാണ്. വഹാ ഏക്ക് ഹോസ്റ്റൽ ഹെ, അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. ഘർ സേ ദൂർ, വീട്ടിൽ നിന്ന് അകലെ, ദൂരെ. വഹാ അക്കേല രഹൂങ്ക, അവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കും. ക്യോ സാഹിൽ? അതെന്താണ് അങ്ങനെ? ക്യോ എന്ന് പറഞ്ഞാൽ വൈ, ഇംഗ്ലീഷിലെ വൈ എന്നുള്ളതിന് പകരമാണ് ക്യോ, എന്തുകൊണ്ട്. എന്തുകൊണ്ടാണ് സാഹിൽ? എന്താ സാഹിൽ അങ്ങനെ? പതാ നഹി ക്യോ, അറിയില്ല. പതാ നഹി എന്ന് പറഞ്ഞാൽ ഡോണ്ട് നോ എന്നാണ്, അറിയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. तो यानी कि अब तुम फुलेरा में ही नहीं रहोगे. तो यानी कि എന്ന് പറഞ്ഞാൽ അതായത്, अब तुम फुलेरा में ही नहीं रहोगे, നീ ഇനി ഫുലേരയിൽ പോലും കാണില്ല. नहीं, ഇല്ല. तुम्हारा റിപ്പോർട്ട് കാർഡ് ദിഖാന, നിൻ്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിച്ച് സാഹിൽ ചോദിച്ചു. ഇത്രയും മനസ്സിലായില്ലേ? ഇനി ബാക്കി നോക്കിയേ. साहिल बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का. आज आखिरी बारी वे एक दूसरे की कोई चीज़ को छूकर देख रहे थे. तुम्हारी आँख में आंसू क्यों आ रहे हैं बेला? मुझे क्या पता, बेला ने डबडबाई आँखों से हंसते हुए कहा. അപ്പോൾ ഒന്നും കൂടെ നോക്കാം നമുക്ക്. साहिल बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का. സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കുകയായിരുന്നു, അതുപോലെ തന്നെ ബേല സാഹിലിൻ്റെയും. ആജ് ആഖിരി ബാരി, ഇന്ന് അവസാനമായിട്ട്. വേ ഏക് ദൂസരേക്ക് കോയി ചീസ് കോ ഛൂക്കർ ദേഖ് രഹേ തെ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധനം തൊട്ട് നോക്കുകയായിരുന്നു. ചീസ് എന്ന് പറഞ്ഞാൽ തിങ് എന്നാണ്, വസ്തു എന്നാണ്. ഛൂക്കർ ദേഖന എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കുക. ഇന്ന് അവസാനമായിട്ടായിരുന്നു അവർ പരസ്പരം എന്തെങ്കിലും ഒരു സാധനം തൊട്ട് നോക്കുന്നത്. തുമ്ഹാരി ആँख में आंसू क्यों आ रहे हैं बेला? നിൻ്റെ കണ്ണിൽ എന്താണ് ഈ കണ്ണുനീര് വരുന്നത്? മുझे क्या पता, बेला ने डबडबाई आँखों से हंसते हुए कहा. എനിക്കെങ്ങനെ അറിയാം? ബേല നിറഞ്ഞ കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ബാക്കിയൊന്ന് നോക്കിയേ. साहिल की आँखें बीर बहूटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. बेला कहने लगी, मैं चिढ़ाऊँ अब तुम्हें? रोनी सूरत साहिल, रोनी सूरत साहिल. पात्र നോക്കിയേ. साहिल की आँखें बीर बहूटी की तरह लाल होने लगी थी. സാഹിലിൻ്റെ കണ്ണുകൾ ബീർ ബഹൂട്ടിയെ പോലെ ലാൽ ഹോനെ ലഗി थी, ചുവക്കാൻ തുടങ്ങിയിരുന്നു. और उनमें बारिश की बूंदों सा पानी भर गया था, അതിൽ മഴത്തുള്ളികൾ പോലെ വെള്ളം നിറഞ്ഞിരുന്നു. ബേല കഹനെ ലഗി, മേ ചിടാവൂ അബ് തുമേ, ബേല പറയാൻ തുടങ്ങി, ഞാൻ നിന്നെ കളിയാക്കട്ടെ ഇപ്പം. റോനി സൂരത് സാഹിൽ, റോനി സൂരത് സാഹിൽ. ഈ റോനി സൂരത് എന്ന് പറഞ്ഞാൽ കരയുന്ന സാഹിൽ എന്നാണ്. സൂരത്ത് എന്ന് പറഞ്ഞാൽ കോലം, നമ്മുടെ രൂപം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ റോനി സൂരത് സാഹിൽ, റോനി സൂരത് സാഹിൽ എന്ന് പറഞ്ഞാൽ അയ്യേ ഇതേ സാഹിൽ, കരയുന്ന സാഹിൽ, കരയുന്ന സാഹിൽ എന്നർത്ഥം. ഓക്കെ, ഇനി അവസാനത്തെ പാരഗ്രാഫ് ഒന്ന് നോക്കാം നമുക്ക്. बारिशें आने में 1.5 महीना बाकी था, लेकिन यह बारिशों से पहले की बारिश का एक दिन था. आसमान में घटाएं घिरी थी, धूल भरी तेज़ हवाएं चल रही थी, पानी बरस रहा था. फुलेरा कस्बा की बादल छाई हुई एक गली में 5वीं से 6ठी में चली गई एक लड़की जा रही थी. उसके भूरे बाल बीर बहूटियों के रंग के लाल रिबन से बंधे थे. पात्रे നോക്കിയേ. ബാരിഷേ ആനെ മേ 1.5 മഹീന ബാക്കി ഥ, മഴ വരാൻ ഇനിയും
ഡേഡ് മഹീന ബാക്കി ഥ. ഡേഡ് മഹീന എന്ന് പറഞ്ഞാൽ 1.5 മാസം ബാക്കി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മഴ വരാൻ ഇനി 1.5 മാസം ബാക്കി ഉണ്ടായിരുന്നു. ലേക്കിൻ എന്നാൽ യഹ് ബാരിഷോ സെ പെഹ്ലെ കി ബാരിഷ് കാ ഏക് ദിൻ ഥ. ഇത് മഴയ്ക്ക് മുമ്പുള്ള ഒരു മഴ ദിവസമായിരുന്നു. ആസ്മാൻ മേ ഘട്ടായെ ഘിരി ഥി. ആകാശത്ത് മേഘങ്ങൾ നിറഞ്ഞിരുന്നു. ധൂൽ ഭരി തേജ് ഹവായെ ചൽ രഹി ഥി. പൊടി നിറഞ്ഞ ശക്തമായ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ പൊടിക്കാറ്റടിക്കും ഇടയ്ക്ക്. അതാണ് ധൂൽ ഭരി തേജ് ഹവായ എന്നാണ്. ധൂൽ എന്ന് പറഞ്ഞാൽ ഡസ്റ്റ് എന്നാണ്. ഈ ഘട്ട എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ബാദലൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതാണ് മേഘ്. അത് തന്നെയാണ് എന്ത് ഘട്ട. അപ്പോൾ ആസ്മാൻമേ ഘട്ടായം ഘിരീതി എന്ന് പറഞ്ഞാൽ ആകാശം മഴക്കാറ് മൂടിയിരുന്നു, അല്ലെ മഴക്കാറ് നിറഞ്ഞിരുന്നു എന്നൊക്കെയാണ് അർത്ഥം. പാനി ബരസ് രഹാഥ. പാനി ബരസ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യുക എന്നാണ്. മഴ പെയ്യുന്നുണ്ടായിരുന്നു. പാനി ബരസ് രഹാഥ എന്ന് പറഞ്ഞാൽ ബാരിഷ് ഹോ രഹി ഥി എന്നർത്ഥം. ഫുലേര കസ്ബി की बादल छाई एक गली में 5वीं से 6वीं में चली गई एक लड़की जा रही थी. ഫുലേര കസ്ബ എന്ന് പറഞ്ഞാൽ ഫുലേര പട്ടണത്തിലെ മഴക്കാറ് മൂടിയ ഒരു തെരുവിലൂടെ, മഴക്കാറ് മൂടിയ ഒരു തെരുവിലൂടെ, ഗലി എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5वीं से 6वीं में चली गई एक लड़की जा रही थी. 5ൽ നിന്ന് 6ലേക്ക് പോയ ഒരു പെൺകുട്ടി നടന്നു പോകുന്നുണ്ടായിരുന്നു. 5ൽ നിന്ന് 6ലേക്ക് പോകാന്ന് പറഞ്ഞാൽ 5ൽ നിന്ന് 6ലേക്ക് ജയിച്ച ഒരു പെൺകുട്ടി നടന്നു പോകുന്നുണ്ടായിരുന്നു. ഉസ്കെ ഭൂരെ ബാൽ ബീർ ബഹൂട്ടിയോ കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ ഥേ. അവളുടെ തവിട്ട് നിറമുള്ള മുടി, ബ്രൗൺ കളറിലുള്ള മുടി, ബീർ ബഹൂട്ടിയോ കെ രംഗ് കെ, ബീർ ബഹൂട്ടിയുടെ നിറമുള്ള, ലാൽ റിബൺ സെ ബന്ധേ ഥേ, ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിരുന്നു. ഈ ഭൂര എന്ന് പറഞ്ഞാൽ തവിട്ട് കളറുള്ള, ബ്രൗൺ കളറുള്ള എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അത്രയും മനസ്സിലായില്ലേ? ഇനി ബാക്കിയും കൂടെ നോക്കാം. ദൂസരി ദിശാക്കോ ജാത്തി ഏക് ഗലി മേ 5वीं से 6वीं में गया एक 11 साल का लड़का जा रहा था. इसकी पिंडली में बीर बहूटी के रंग का सा 1 इंच लंबा चोट का निशान था. അപ്പോൾ നമുക്ക് അതുകൂടി നോക്കാം. ദൂസരി ദിശാക്കോ ജാത്തി ഏക് ഗലി മേ, വേറൊരു ദിശയിലേക്ക് പോകുന്ന ഒരു തെരുവിൽ, 5वीं से 6वीं में गया एक 11 साल का लड़का जा रहा था. 5ൽ നിന്ന് 6ലേക്ക് പോയ ഒരു 11 വയസ്സുള്ള ആൺകുട്ടി നടന്നു പോവുകയായിരുന്നു. ഇസ്കി പിണ്ടലീമേ, അവൻ്റെ കാലിൻ്റെ പിൻവശത്ത്, ബീർ ബഹൂട്ടിക്ക് രംഗ് കാസ, ബീർ ബഹൂട്ടിയുടേതുപോലെ നിറമുള്ള, 1 इंच ലംബ ചോട്ട് കാ നിശാൻ ഥ, 1 ഇഞ്ച് നീളമുള്ള ഒരു മുറിവിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. ഹമാരി കഹാനി യഹാ സമാപ്ത ഹോത്തി ഹെ. നമ്മുടെ കഥ ഇവിടെ തീരുകയാണ്. നല്ല രസമുള്ളൊരു കഥയാണ് അല്ലേ? കഹാനി ദോസ്തി കി കഹാനി ഹെ, സൗഹൃദത്തിൻ്റെ കഥയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ പാഠം നല്ലപോലെ വായിക്കണം, നന്നായിട്ട് വായിക്കുക. അതുപോലെ നമ്മൾ എഴുതരുന്ന വാക്കുകളൊക്കെ കാണാതെ തന്നെ പഠിക്കണം. ഇനി ഇതിനകത്ത് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെ നമ്മളിത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എഴുതി തരും. നിങ്ങളതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ? तो हम अगली कक्षा में मिलेंगे. धन्यवाद.